കട്ടപിടിച്ച സിമന്റും ഇതര കമ്പനികളുടെ സിമന്റും ചേർത്ത് സിമന്റ് നിർമ്മാണം നടത്തുന്നുവെന്നാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് അഥവാ BISന്റെ കണ്ടെത്തൽ. ഇങ്ങനെ നിർമ്മിക്കുന്ന സിമന്റ് വിൽപ്പനയ്ക്ക് വിപണിയിലെത്തിക്കുന്നതായും BIS കണ്ടെത്തി. കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പിഴവ് കണ്ടതോടെ നിർമ്മാണം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകി. കൂടുതൽ പരിശോധനയ്ക്കായി ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സിമന്റിന്റെ സാമ്പിളുകൾ BIS ശേഖരിച്ചു. സിമന്റ് കോർപ്പറേഷനിൽ നിന്ന് 400 രൂപയിലധികം വില വരുന്ന സിമന്റ് വാങ്ങി ഗോഡൌണിൽ സൂക്ഷിക്കുന്നു. ഇത് കട്ടപിടിക്കുമ്പോൾ ഇതിൽ ഫ്ലൈ ആഷ് ചേർത്ത് വിപണിയിലിറക്കുന്നതായാണ് BIS കണ്ടെത്തിയിരിക്കുന്നത്. മലബാർ സിമന്റ്സിന്റെ വിപണി വിലയാവട്ടെ 330-നും 340-നും ഇടയിലാണ്. ഇങ്ങനെ ബോധപൂർവം കമ്പനിക്ക് വലിയ തോതിൽ നഷ്ടം വരുത്തിവെക്കുന്നു. മലബാർ സിമന്റ്സിന്റെ ഗ്രൈൻഡിംഗ് യൂണിറ്റാണ് ചേർത്തലയിലുള്ളത്. ഇവിടെ ക്ലിങ്കർ ഉപയോഗിച്ചുള്ള സിമന്റ് നിർമ്മാണത്തിന് അനുമതിയുള്ളൂ. എന്നാൽ കട്ടപിടിച്ച സിമന്റ് പൊടിച്ച് നിർമ്മാണം നടത്തുന്നത് ഗുരുതര വീഴ്ചയാണെന്ന് BIS വൃത്തങ്ങൾ പറയുന്നു. 2 ലോഡിലധികം കട്ടപിടിച്ച സിമന്റ് ഇപ്പോഴും ഗോഡൌണിലുള്ളതായും സൂചനയുണ്ട്. ഇതിന് സമാനമായ പ്രശ്നങ്ങൾ നേരത്തെ തന്നെ മലബാർ സിമന്റ്സിനെക്കുറിച്ചുണ്ട്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത കേസുകൾ വിവിധ കോടതികളിലുമുണ്ട്. പുതിയ സർക്കാർ വന്നതിനുശേഷം മലബാർ സിമന്റ്സിന്റെ ഡയറക്ടർ ബോർഡ് പിരിച്ചുവിട്ടിരുന്നു. പുതുതായി നിലവിൽ വരുന്ന ബോർഡിന് നേരിടേണ്ടി വരിക ഇത്തരം പ്രശ്നങ്ങളാണ്. മീഡിയ 1 ആലപ്പുഴ.